നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. പേര് പറഞ്ഞ പോലെ തന്നെ നിർമ്മിത കല. നമുക്ക് ബെന്യാമിൻ സാറിനോട് ചോദിച്ചിട്ട് തുടങ്ങാം. ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, അതായത് ഈ ഒരു സെഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകദേശം 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ബെന്യാമിൻ സാർ എഴുതിയിട്ടുള്ള മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് പറഞ്ഞ നോവലാണ്. അപ്പോൾ ഇതിൻ്റെ പല പേഴ്സ്പെക്റ്റീവ് പലതവണ KLF-ലും മറ്റു വേദികളിലുമായിട്ട് ഓൾറെഡി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ജോഗ്രഫിക്കൽ നേച്ചർ, ഇതിൻ്റെ പൊളിറ്റിക്കൽ നേച്ചർ, ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെ പറ്റി, ഇതിനുള്ള കഥാപാത്രങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് നെറേറ്റീവിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാറിനോട് ചോദിക്കാം, ഞാനിപ്പോൾ ഈ നോവൽ വായിച്ച സമയത്ത് സാർ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിലുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ, ഒരു സീൻ സാർ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് ആർട്ട് ഓഫ് ദി ലിവിങ് എന്ന് പറയുന്ന ആ ഒരു അധ്യായം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ റൂം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഒബ്ജക്റ്റിൽ പോലും കുറേ അധികം ഡീറ്റെയിലുകൾ സാർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൂമിനകത്തിരിക്കുന്ന കപ്പ്, വെറുതെ ഒരു കപ്പ് എന്ന് പറയുന്നതിന് പകരം സാർ അതിനകത്ത് പറയുന്നത് കങ്കാരുവിൻ്റെ ചിത്രമുള്ള ഒരു കപ്പിൽ 3 പേനകൾ വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കുഞ്ഞു ഫറവോ, ചുമരിന് മുകളിൽ ഒരു ബുദ്ധൻ്റെ ശില്പം എന്ന് പറയുന്നതിന് പകരം പാമ്പിന് മുകളിലിരിക്കുന്ന ബുദ്ധൻ്റെ മരത്തിൽ തീർത്തൊരു ശില്പം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ ഒബ്ജക്റ്റിനെ പോലും അതിനകത്ത് നരേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ ഈ ഒരു 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഒരു നോവൽ എഴുതിയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇമാജിനേറ്റീവ് പ്രോസസ്സ് എന്തായിരുന്നു? സാർ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? അങ്ങനെ അതിനെ പറ്റിയിട്ട്, ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി KLF-ൻ്റെ വേദിയിൽ വെച്ച് നമുക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എൻ്റെ കൂടെയുള്ളത് എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായി യുവതലമുറകളുടെ പ്രതിനിധികൾ എന്ന് പറയാവുന്ന തരത്തിൽ പുതിയ കാലത്തിനോട് ഏറ്റവും അധികം സംവേദിച്ചുകൊണ്ട് പുതിയ കാലത്തിൻ്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് സർഗാത്മകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 3 പേരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുത്ത് എന്ന് പറയുന്ന ഒരു മേഖലയിൽ മാത്രം നിൽക്കുകയും എൻ്റെ എല്ലാ ടൂളുകളും എൻ്റെ ഓർമ്മകളോ ചിന്തകളോ എൻ്റെ കാഴ്ചകളോ മാത്രമായിരിക്കുന്ന ഒരിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരുപക്ഷെ ടെക്നോളജിപരമായി ഞാൻ ഉപയോഗിക്കുന്ന ഏക സാധനം, ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് മാത്രമാണ്. എഴുതുന്നതിന് പകരം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള യാതൊരു ടൂളും ഉപയോഗിക്കാതെയാണ് ഞാൻ എൻ്റെ പ്രവൃത്തി കഴിഞ്ഞ 25 വർഷമായി പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോവൽ എഴുതുന്നതിനുള്ള മൂലധനം എന്താണ് എന്നൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ അടിസ്ഥാനപരമായി എത്തുന്നത്. ഒരു നോവൽ എഴുതുന്നതിൽ ഉള്ള അടിസ്ഥാന മൂലധനമെന്ന് പറയുന്നത് അയാളുടെ ഓർമ്മകളാണ്, അയാളുടെ കാഴ്ചകളാണ്, അയാൾ പലയിടത്തു നിന്ന് ശേഖരിച്ച ചില വസ്തുക്കളാണ്. ഇതൊക്കെയാണ് ഒരു നോവലിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഇപ്പം ഞാൻ മറ്റ് ചില വേദികളിൽ ചിലപ്പോഴൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മളൊരു വീട് വെക്കും. അപ്പോൾ ആ വീടിൻ്റെ മുറി എങ്ങനെയായിരിക്കണം, അടുക്കള എങ്ങനെയായിരിക്കണം, നമ്മളുടെ ഡൈനിങ് റൂം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്നത് പലപ്പോഴും നമ്മളുടെ കൂട്ടുകാരുടെ ചില വീടുകളിൽ കണ്ട നല്ല ചില സ്ഥലങ്ങൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മൾ വീട് സംബന്ധിച്ചുള്ള മാസികകളിൽ ചില സാധനങ്ങൾ കണ്ടിരിക്കാം. അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നമ്മൾ എവിടുന്നെങ്കിലും കണ്ട ഒരു സാധനമായിരിക്കാം. അതൊക്കെ നമ്മൾ ആർക്കിടെക്റ്റിനോട് പറയുകയും നമ്മുടെ സ്വപ്നം പങ്കുവെക്കുകയും അങ്ങനെ പല ഇടങ്ങളിലുള്ള സാധനങ്ങളെ നമ്മൾ ക്രോഡീകരിച്ച് നമ്മുടെ സ്വപ്നത്തിൻ്റെ ഭാഗമാക്കുകയും അതൊരു വീടായി, നമ്മളുടെ വീടായി രൂപാന്തരപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. സത്യത്തിൽ നോവലിൽ ഒരു നോവലിസ്റ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള പല ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള കാഴ്ചകളെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയും അത് അവൻ്റെ ഇടമായി ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തിനാണ് ഈ ഡീറ്റെയിലിംഗ് യഥാർത്ഥത്തിൽ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കങ്കാരുവിൻ്റെ രൂപമുള്ള കപ്പിനകത്ത് എന്ന് ചോദിച്ചാൽ ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഡീറ്റെയിലിംഗ് ആണ് നോവലിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. അദ്ദേഹം ഉദാഹരണമായി പറയുന്നത്, എൻ്റെ വീടിൻ്റെ മുകളിലൂടെ കുറേ ആനകൾ പറന്നുപോയി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. അദ്ദേഹം പറയുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലൂടെ 24 ആനകൾ പറന്നുപോയി എന്ന് പറയുമ്പോഴാണ് വിശ്വാസ്യത ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു നോവലിനെ കൂടുതൽ സമഗ്രമാക്കുന്നത്, മനോഹരമാക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് എന്നുള്ളതാണ്. ആ ഡീറ്റെയിലിങ്ങിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക്, ഓരോ വായനക്കാരൻ്റെ ഉള്ളിലേക്കും ആ
റൂമിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അത്രയും ഒരു ചിത്രം പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കയറാൻ അത് പ്രാപ്തമാകും. അപ്പോഴാണ് ആ നോവലിനോട് കൂടുതൽ അടുക്കാൻ, അല്ലെങ്കിൽ ആ കൃതിയോട് കൂടുതൽ, അല്ലെങ്കിൽ ആ വിഷയത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു ഇഷ്ടം വായനക്കാരനുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ പെരിഫറലായി വെറുതെ വേണമെങ്കിൽ കഥ പറഞ്ഞു പോകാം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് ക്രിസ്റ്റി എന്ത്രപ്പേർ എന്ന് പറയുന്ന കഥാപാത്രം ആദ്യമായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മുറിയിലേക്ക് കയറുന്ന ഒരു സംഭവമാണ്. ഇവർ കുടുംബമായി ദീർഘകാലമായി ആ വീട്ടിൽ ജീവിക്കുന്നുവെങ്കിൽ പോലും സ്വന്തം പിതാവിൻ്റെ ഓഫീസ് മുറിയിലേക്ക് കയറാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഒരു നിഷേധമുണ്ടായിരുന്നു. പക്ഷേ പിതാവിനെ ഒരു സുപ്രഭാതത്തിൽ കാണാതെ പോവുകയും അയാൾ എവിടെയായിരിക്കുമെന്നൊരു അന്വേഷണത്തിൽ പിതാവിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുമ്പോൾ അയാൾ ആദ്യമായി കാണുകയാണ്. എനിക്ക് വേണമെങ്കിൽ വളരെ നിസ്സാരമായി ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ മതി. ഇങ്ങനെ ഉണ്ട്, അവിടെ ചെന്ന് ആക്ച്വലി ഒരു ഡയറി കിട്ടുന്നതാണ് ആ സംഭവം, ആ അന്വേഷണത്തിൻ്റെ കഥാസന്ദർഭം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ അത് പറയുമ്പോൾ കുറേ കൂടി ആഴത്തിൽ പിതാവ് ആരാണ് എന്ന ഒരു ഇതിലേക്ക് ആണ് നമ്മൾ ചെല്ലുന്നത്. അയാളുടെ സ്വഭാവം എന്തായിരുന്നു, അയാൾ എന്തുമാത്രം അടുക്കും ചിട്ടയോടുകൂടിയാണ് അത് ജീവിച്ചത് എന്ന കാര്യം ഞാൻ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പത്തിൽ അത് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ ടെക്നോളജി ഇവിടെ ഉണ്ട് കേട്ടോ. വായിക്കാൻ പുസ്തകത്തിന് പകരം നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ചതാണ്. ഇതാണ്, ഞാനതൊന്ന് വായിക്കാം. ചെറുതിലെ എനിക്ക് അവിടേക്ക് ചെല്ലാൻ അനുവാദമില്ലായിരുന്നു. എനിക്ക് മാത്രമല്ല, വീട്ടിലാർക്കും. പക്ഷേ പപ്പ അങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരലിഖിത നിയമം പോലെ അത് വീട്ടിലെല്ലാവരും പാലിച്ചിരുന്നു. മുതിർന്നപ്പോൾ ഞാൻ ആ മുറിയെക്കുറിച്ച് മറന്നുപോയി. വീടിനുള്ളിലെ ഒരു അജ്ഞാത തമോഗർത്തം പോലെ അത് എന്നിൽ നിന്ന് അകന്നു നിന്നു. ഒരു പുതിയ മനുഷ്യനെ പരിചയപ്പെടുന്നത്ര കൗതുകത്തോടെയാണ് ഞാൻ ആ മുറി നോക്കി നിന്നത്. അത്രയ്ക്ക് അടുക്കിലും ചിട്ടയിലും പേപ്പറുകളും ഫയലുകളും സൂക്ഷിച്ചിരിക്കുന്ന മറ്റൊരു ഓഫീസ് മുറിയും അതുവരെ ഞാൻ കണ്ടിട്ടില്ല. വൃത്തിയായ മേശപ്പുറം, കങ്കാരുവിൻ്റെ ചിത്രമുള്ള ഒരു കപ്പിൽ 2-3 പേനകൾ, ഒരു ചെറിയ ഗ്ലോബ്, ഒരു പഴയ പേജർ, വളരെ ചെറിയ ഒരു ഓട്ടുമണി, ഒരു നോട്ട് പാഡ്, 3 മടങ്ങിയ ഒരു സ്മോക്കിംഗ് പൈപ്പ് സെറ്റ്, ഒരു ടേബിൾ കലണ്ടർ, സെയിൻറ്റ് ആൻ്റണിയുടെ ഒരു രൂപം, ഒരു കൊന്ത, ഒരു കുഞ്ഞു പാവക്കുട്ടി, മേശപ്പുറത്തും ഷെൽഫിലുമായി കുറച്ച് സാമ്പത്തിക രാഷ്ട്രീയ നിയമപുസ്തകങ്ങൾ, ഭിത്തിയിൽ പാമ്പിൻ്റെ പുറത്തിരിക്കുന്ന ബുദ്ധൻ്റെ ഒരു തടിരൂപം, ഷെൽഫിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു ഫറവോ. ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് പപ്പയോട് അസൂയ കലർന്ന ഒരു ആരാധന തോന്നി. ഇങ്ങനെ ഒരു ആർട്ട് ഓഫ് ലിവിങ് പപ്പയുടെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല. ഇതിൽ പല സാധനങ്ങളും ഞാൻ പലയിടങ്ങളിൽ കണ്ടിട്ടുള്ള സാധനങ്ങളെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന പാമ്പിൻ്റെ പുറത്തിരിക്കുന്ന ബുദ്ധൻ എന്ന് പറയുന്ന ആ ചിത്രം യഥാർത്ഥത്തിൽ ഞാനൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടതാണ്. നോവൽ എഴുതുമ്പോഴാണ് പപ്പയുടെ മുറിയിലേക്ക് അത് കൊണ്ടുവന്നാൽ രസമായിരിക്കും എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു പാവയെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ജോലി ചെയ്തിരുന്നത് US നേവിയുടെ ബേസിലാണ്. ഇതാണ് സാർ അന്ന് കണ്ട ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കണ്ട ചിത്രം. അത് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു ഡിസ്കഷന് വേണ്ടി ഇത് തപ്പിയപ്പോഴാണ് കണ്ടത്. നിങ്ങൾ ആരെങ്കിലും നോവൽ വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം ഒരിക്കലും സങ്കല്പിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെയൊക്കെ സങ്കല്പത്തിലെ സ്വപ്നത്തിലെ ബുദ്ധരൂപമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫീസറുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ, പട്ടാള ക്യാമ്പിലാണ്, ഒരു കുഞ്ഞു പാവയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. വളരെ സൈനിക ഓഫീസറുടെ, വളരെ കർക്കശക്കാരനായ ഒരു ഓഫീസറുടെ മുറിയിൽ ഒരു കുഞ്ഞു പാവ, അതൊരു പട്ടാള ക്യാമ്പിലിരിക്കുന്നുവെങ്കിൽ വളരെ നിഗൂഢനായ ഒരു മനുഷ്യനാണ് ഈ ക്രിസ്റ്റിയുടെ പപ്പ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അയാൾ ഇത്തരം ചില കൗതുകങ്ങൾ സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നോവലിനെ കുറേ കൂടി കൗതുകകരമാക്കും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ നോവൽ എഴുതുന്ന സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ മുമ്പിലുള്ള സാധനങ്ങൾ, എൻ്റെ തന്നെ മേശപ്പുറം ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരു പേജറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പേജർ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒന്നാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഒറ്റ സെക്കൻഡ് ഒന്ന് നോക്കിക്കോട്ടെ. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്.
ലാൻഡ് ഫോണിനും മൊബൈൽ ഫോണിനും ഇടയുള്ള ഒരു കാലത്ത് കുറച്ചു കാലം മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു കുഞ്ഞു ജീവിയാണ് പേജർ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോഴും എൻ്റെ കൗതുക വസ്തുക്കളുടെ കൂട്ടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ മേശപ്പുറത്ത് ഉണ്ടായിരുന്ന സാധനമാണ്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിസ്റ്റിയുടെ പപ്പയുടെ മേശപ്പുറത്തേക്ക് പ്ലേസ് ചെയ്യാണ്. ഒരു ഓട്ടുമണിയുണ്ട്, അത് ഞാൻ എൻ്റെ ഓഫീസിലെ അവിടുത്തെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന സാധനമാണ്. അത് ഞാൻ കളയാതെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു ഓട്ടുമണി. ഈ ഓട്ടുമണിക്ക് ഭയങ്കര രസമുള്ളൊരു കഥയുണ്ട്, അതുകൂടി പറയാം. ഞങ്ങളുടെ ഓഫീസിൽ ധാരാളം വർക്കേഴ്സൊക്കെ ഉള്ളതാണ്. ഞങ്ങളുടെ സീനിയർ വർക്കേഴ്സിൽ ഒരാൾ ഭയങ്കരമായിട്ട് കത്തി വെക്കുന്ന ആളാണ്. വെറുതെ ഒന്ന് ബെഡായി പറയും. അപ്പോൾ ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർ പറയും എന്തൊരു കത്തിയാണെന്ന് പറഞ്ഞിട്ടേ. ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്ന ഒരാൾ ഈ മണി മേടിച്ചുകൊണ്ട് വന്നിട്ട്, പുള്ളിയുടെ പേര് സാമെന്നാണ്, സാമച്ചാൻ, എപ്പോഴും കാണാവുന്ന ആളാണ്. അപ്പോൾ പറയും സാമച്ചാൻ ബെഡായി പറയുമ്പോൾ സാറൊരു കാര്യം ചെയ്യണം, ഈ മണി ഒന്ന് അടിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഈ മണി അവിടെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സാമച്ചാൻ ഇടയ്ക്കിടയ്ക്ക് ബെഡായി പറയുമ്പോൾ ഞാൻ ഈ ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിക്കുക. അപ്പോൾ ഇത് ബെഡായി ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇതാണ് നമ്മൾ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ പലതരത്തിലുള്ള നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ സാധനങ്ങളെ നമ്മൾ ഒരു കൃതിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഓരോ കഥാസന്ദർഭങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അനേകം ഇടങ്ങളിൽ നിന്നാണ് നമ്മളതിനെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ അത് വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ള ബുദ്ധനോ, നിങ്ങൾ കണ്ടിട്ടുള്ള പേജറോ, നിങ്ങൾ കണ്ടിട്ടുള്ള ഓട്ടുമണിയോ ഒക്കെയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു എഴുത്തുകാരന് ഇത്തരം ചില കാര്യങ്ങൾ ബേസിക്കലി കിട്ടുമ്പോൾ നിങ്ങളത് മാറുകയും ഒരു വായനക്കാരൻ ഇതെങ്ങനെയാണ് വിഭാവനം ചെയ്തതെന്നൊരു പക്ഷേ നിങ്ങൾക്കത് പറയാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു സാറ് ഈ ഒരു കഥാസന്ദർഭം എഴുതാനുണ്ടായിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആ ഒരു ചാപ്റ്ററിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് ആക്ച്വലി നമ്മൾ അതിന് വേണ്ടിയിട്ട് റീക്രിയേറ്റ് ചെയ്തതാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്ത് ശരത് പ്രകാശ് എന്ന് പറഞ്ഞ സുഹൃത്ത്, അവൻ ലീഡക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ഇത് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇത് ഉണ്ടാക്കിയ ആൾ, അതായത് ഈ ഒരു AI വീഡിയോ ഉണ്ടാക്കിയ ആൾ ആക്ച്വലി ഇത് വായിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ സാർ ഇപ്പോൾ ഇവിടെ വായിച്ച ആ ഒരു പോർഷൻ വായിച്ചിട്ട് അയാൾക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു രംഗം AI വെച്ചിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ചെറുതിലെ എനിക്ക് അവിടേക്ക് ചെല്ലാൻ അനുവാദമില്ലായിരുന്നു. എനിക്ക് മാത്രമല്ല, വീട്ടിലാർക്കും. പപ്പ അങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരലിഖിത നിയമം പോലെ അത് വീട്ടിലെ എല്ലാവരും പാലിച്ചിരുന്നു. മുതിർന്നപ്പോൾ ഞാൻ ആ മുറിയെക്കുറിച്ച് പോലും മറന്നേ പോയി. വീടിനുള്ളിലെ ഒരു അജ്ഞാത തമോഗർത്തം പോലെ അത് എന്നിൽ നിന്ന് അകന്നു നിന്നു. ഒരു പുതിയ മനുഷ്യനെ പരിചയപ്പെടുന്നത്ര കൗതുകത്തോടെയാണ് ഞാൻ ആ മുറി നോക്കി നിന്നത്. അത്രയ്ക്ക് അടുക്കിലും ചിട്ടയിലും പേപ്പറുകളും ഫയലുകളും സൂക്ഷിച്ചിരിക്കുന്ന മറ്റൊരു ഓഫീസ് മുറിയും അതുവരെ ഞാൻ കണ്ടിട്ടില്ല. വൃത്തിയായ മേശപ്പുറം, കങ്കാരുവിൻ്റെ ചിത്രമുള്ള ഒരു കപ്പിൽ 2-3 പേനകൾ, ഒരു ചെറിയ ഗ്ലോബ്, ഒരു പഴയ പേജർ, വളരെ ചെറിയൊരു ഓട്ടുമണി, ഒരു നോട്ട് പാഡ്, 3 അടങ്ങിയ ഒരു സ്മോക്കിംഗ് പൈപ്പ് സെറ്റ്, ഒരു ടേബിൾ കലണ്ടർ, സെൻറ്റ് ആൻ്റണിയുടെ ഒരു രൂപം, ഒരു കൊന്ത, ഒരു കുഞ്ഞു പാവക്കുട്ടി. മേശപ്പുറത്തും ഷെൽഫിലുമായി കുറച്ച് സാമ്പത്തിക രാഷ്ട്രീയ നിയമ പുസ്തകങ്ങൾ. ഭിത്തിയിൽ പാമ്പിൻ്റെ പുറത്തിരിക്കുന്ന ബുദ്ധൻ്റെ ഒരു തടിരൂപം, ഷെൽഫിൻ്റെ മുകളിലൊരു കുഞ്ഞു ഫറവും. ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് പപ്പായുടെ അസൂയ കലർന്ന ഒരു ആരാധന തോന്നി. ഇങ്ങനെ ഒരു ആർട്ട് ഓഫ് ലിവിങ് പപ്പയുടെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നതേയില്ല. ഇതിനകത്ത് സാറ് കണ്ട ബുദ്ധൻ്റെ ശില്പവും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ബുദ്ധൻ്റെ ശില്പം ബേസിക്കലി ആ വായനക്കാരൻ അല്ലെങ്കിൽ അയാളത് വായിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് സാർ അതിനകത്ത് തന്നുള്ള ഡീറ്റെയിലിംഗ് ആണ്. ബിക്കോസ് നമ്മൾ ഇതിനകത്ത് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് അത്രയും ഡീറ്റെയിലിങ്ങിൽ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല വീഡിയോസ് ഇതിനകത്ത് ലഭിക്കുന്നത്. സോ ഇത് നമ്മൾ അങ്ങനെ ഒരു ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളിലൊന്നും ഒരു പക്ഷേ അദ്ദേഹം ആ നോവൽ വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നോവൽ വായിച്ച ഒരാളാണ് ഈ AI ചെയ്യുന്നതെങ്കിൽ കുറേ കൂടി വ്യത്യസ്തമായിട്ടായിരിക്കും കാണുന്നത്. കാരണം ക്രിസ്റ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ രൂപം കുറേ കൂടി മാറും,
ആ വീടിൻ്റെ രൂപം, കാരണം അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, ആ സ്വന്തം വീടിനുള്ളിലേക്ക് തന്നെയാണ് കയറുന്നത്. അത് ഭയങ്കര പ്രൗഢിയുള്ള വലിയ സമ്പന്നമായ ഒരു വീടിൻ്റെ ഉള്ളായിട്ട് അത് മാറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോവൽ സമ്പൂർണ്ണമായി വായിച്ച ഒരാൾ ചെയ്യുമ്പോഴത്തേക്ക് അത് വേറൊരു രീതിയിലേക്ക് അത് മാറും എന്നുള്ളതാണ്. അപ്പം ഏത് കാഴ്ചയിൽ നിന്നാണ് നമ്മളിത് കാണുന്നതെന്നുള്ളത്, അപ്പം എത്രത്തോളം നമുക്ക് അറിവ് കിട്ടുന്നു അതിനനുസരിച്ചാണ് ക്രിയേറ്റിവിറ്റിയുടെ ആഴം വർദ്ധിക്കുന്നത് എന്നതുകൂടിയാണ് ഇത് കാണുന്നത്. ആ നോവൽ മുഴുവൻ വായിച്ച ഒരാൾ ചെയ്യുമ്പം വേറൊരു തലത്തിൽ കുറേ കൂടെ നല്ലതായിട്ടും ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ഇമാജിനേഷൻ്റെ അടുത്ത് നിൽക്കുന്ന ഒന്നായി മാറും എന്നുള്ളതാണ്. അപ്പം ഏതൊരു കാര്യത്തിലും ഏതൊരു ക്രിയേറ്റിവിറ്റിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്നത് നമ്മുടെ സൂക്ഷ്മതയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ കഥാപാത്രത്തിൻ്റെ പ്രായം, അയാളുടെ ക്ലാസ്, അയാൾ വരുന്ന മേഖല, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായി അറിയുന്നിടത്തോളം നമ്മളുടെ എഴുത്തിന് അത് ഗുണം ചെയ്യും, നമ്മുടെ ഭാവനയ്ക്ക് അത് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്തത് ഞാൻ ഋഷിയിലോട്ട് വരാം. ഇപ്പം നമ്മൾ ആക്ച്വലി മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് പറഞ്ഞ നോവൽ സാർ എഴുതാൻ ഇടയായിട്ടുള്ള സന്ദർഭവും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള റെഫറൻസ് കാര്യങ്ങളും പറഞ്ഞു. ഒരു ഫിലിം മേക്കിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, ഇപ്പോൾ ഋഷി കൂടുതലും ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയിലോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലോട്ട് വരുമ്പോൾ, ബിക്കോസ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എലമെൻറ്റ് കൂടുതലായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ആ ഒരു കഥാസന്ദർഭത്തെ ഒരു സീനാക്കി മാറ്റി അതിനെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ എലമെൻ്റായി ഓഡിയൻസിലോട്ട് എത്തിക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? അതായത് ഒരു നോവലോ അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചറിൻ്റെ ഭാഗം എന്ന് പറയാൻ പറ്റുന്ന ഒരു കൃതിയോ എഴുതുന്നത് പോലെ തന്നെ വളരെ സിമിലർ ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ് സ്ക്രീൻ റൈറ്റിംഗ് അല്ലെങ്കിൽ തിരക്കഥാ രചന എന്ന് പറയാമെങ്കിലും അത് ആക്ച്വലി ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് മുമ്പുണ്ടായിരുന്ന കുറച്ച്, അതായത് അല്പകാലം മുമ്പ് വരെ ഉണ്ടായിരുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പുതിയ രീതിയിലേക്ക് എവോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളുമുണ്ട്. അപ്പം പ്രൈമറിലി തിരക്കഥ എന്ന് പറയുന്നത് ഒരു വിഷ്വലി എന്ത് കാണണം എന്നുള്ള ഒരു ടീമിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ്, ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങൾ പലരും പ്രസിദ്ധീകരിച്ച് വന്ന പല തിരക്കഥകളും വായിച്ചിട്ടുള്ള ആളുകളായിരിക്കും. മലയാളത്തിൽ തന്നെ പ്രഗത്ഭമായ പല തിരക്കഥകളും നമുക്ക് പുസ്തകങ്ങളായിട്ട് തന്നെ കിട്ടുന്നതുമൊക്കെയാണ്. പക്ഷേ അതിനകത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് തിരക്കഥയിലുള്ള പ്രശ്നമല്ല കേട്ടോ, ഈ പുസ്തകങ്ങളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷൂട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലുള്ളതാണ്. അതായത് മുഴുവൻ സിനിമയും ചിത്രീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ആ സിനിമ നോക്കിയിട്ട് ആ തിരക്കഥ വീണ്ടും എഴുതിയിരിക്കുന്ന ഫോർമാറ്റിലുള്ളതാണ്. അതായത് നിങ്ങൾ തിരക്കഥ വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്ട്ലി അതാണ് സിനിമയിൽ നിങ്ങൾ കാണുക. മെജോറിറ്റിയും ഞാൻ വായിച്ചിട്ടുള്ള മെജോറിറ്റി തിരക്കഥകളും പുസ്തക രൂപത്തിലുള്ളത് ഇത്തരത്തിലുള്ളതാണ്. പക്ഷേ ഒറിജിനലി ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് എസ്പെഷ്യലി ഹോളിവുഡ് സിനിമകളുടെയൊക്കെ സ്ക്രീൻ പ്ലേസ് റൈറ്റേഴ്സ് തന്നെ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത ഫോർമാറ്റുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കിട്ടും. ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എഴുതിയിരിക്കുന്നത് എക്സാക്ട്ലി സ്ക്രീനിൽ വന്നിട്ടുണ്ടാവില്ല. വലിയ മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ ചില സീനുകൾ അധികം ഉണ്ടാവും, ചില ഡീറ്റെയിലുകൾ അധികം ഉണ്ടാവും, ചിലപ്പോൾ അത് കുറവായിരിക്കും, ഇല്ലാത്തത് സ്ക്രീൻ പ്ലേ സിനിമയിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് നേരത്തെ പറഞ്ഞു ഒരു നോവൽ എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ്റെ ഓർമ്മകളിനെ പ്രോസസ്സ് ചെയ്ത് കടഞ്ഞെടുക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്. ഒരു തലമുറകളിലൂടെ കിട്ടുന്ന ഓർമ്മകൾ വായിച്ച് എഴുത്തുകാരൻ ആർജിച്ചെടുത്തുണ്ടാക്കിയ ഒരു ഇൻഡിവിജ്വലിൻ്റെയാണ്. അതായത് ഈ നോവലിൻ്റെ വിജയവും പരാജയവും ആ എഴുത്തുകാരന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ എഴുത്തുകാരന് പ്ലേ അറൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റാം. കത്തിൻ്റെ ഫോർമാറ്റിലാക്കാം, പരസ്യത്തിൻ്റെ ഫോർമാറ്റിലാക്കാം. ഇപ്പോൾ സാറിൻ്റെ ഇതിൽ തന്നെ ഇപ്പം മഞ്ഞവെയിൽ മരണങ്ങളിൽ ബെന്യാമിൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം എഴുത്തുകാരനാണോ അതോ വേറൊരു ഇതാണോ എന്നുള്ള ചർച്ചകളും വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രക്ചറിൻ്റെ അറൗണ്ടൊക്കെ കളിക്കാം. സിനിമയിലും ഒക്കെ ഞാൻ ഒരു ശരിയായ വഴിയോ തെറ്റായ വഴിയോ ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ ഫോർമുലയിൽ നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മളൊക്കെ വിജയിച്ചു എന്ന് പറയുന്ന സിനിമകളെടുത്ത് നോക്കുകയാണെങ്കിലോ ഒരു ഗോൾഡൻ പാത്ത് ഉണ്ട്. അതായത് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത്
ആ സ്ട്രക്ചറിൻ്റെ പുറത്തേക്ക് വലിയ രീതിയിൽ പോകാൻ പറ്റില്ല. കാരണം ബ്ലൂ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ഇത് സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ആർട്ടാണ്. ഒരു 10-100 പേര് ആളുകൾ കൂടിച്ചേർന്ന് ചെയ്യുന്ന ഒരു ഇതാണ്. പൂർണ്ണമായിട്ടും ഈവൻ ദോ ആ സ്ട്രക്ചർ തീരുമാനിക്കുന്നത് ഒരു തിരക്കഥാകൃത്താണെങ്കിൽ പോലും ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് വരുന്നത് ആ തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രം അല്ല. അതിനകത്തേക്ക് ഇപ്പം ഇതേപോലെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട സീൻ എഴുതുകയാണെങ്കിൽ ഒരു തിരക്കഥാകൃത്താണ് എഴുതുന്നതെങ്കിൽ ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ഡയറി ഇയാൾ കണ്ടെത്തണം, അച്ഛൻ്റെ ഡയറി കണ്ടെത്തണം എന്നുള്ള ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഡയറി അവിടെ നിന്ന് കിട്ടുന്നു. ഈ വീടിൻ്റെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇയാളുടെ ഒരു വീട് ഏതാണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ക്യാരക്ടർ സ്കെച്ചൊക്കെ ടീമിന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ആ റൂമിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഐദർ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അതിലേക്ക് ഒരുപാടുണ്ടാവും. പിന്നെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി ടീമിൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്തേക്ക് ഉണ്ടാവും. അത് വിഷ്വലി കാണിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള അഡീഷൻ അതിനകത്തുണ്ടാവും. ഡയറക്ടർക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ വേറെ പല ലെയറുകൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടാവും. ഇത്തരത്തിൽ ഒരുപാട് അഡീഷൻസ്, ഒരു ടീമിൻ്റെ അഡീഷൻസ്. ഈ അസിസ്റ്റൻറ്റ് ഇപ്പം നമ്മളിപ്പം ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു, നോവലിലുള്ള ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയിലൊക്കെ ഇപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരു പുതിയ വാക്കാണുള്ളത്, ബ്രില്യൻസ്. അപ്പോൾ നമ്മൾ പറയും പോത്തട്ടൻ ബ്രില്യൻസ്, അല്ലെങ്കിൽ ഭയങ്കര ബ്രില്യൻസ് ആയിരുന്നു എന്ന് പറയുന്നത്. ഈ ബ്രില്യൻസ് നോട്ട് നെസസറിലി ഒരു തിരക്കഥാകൃത്തിൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആയിക്കൊള്ളണം എന്നില്ല. അത്തരം ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കുന്ന തിരക്കഥാകൃത്തുകൾ ഇല്ല എന്നല്ല, ഉണ്ട്. എന്നാലും അതിനെക്കാട്ടിലൊക്കെ കൂടുതൽ തന്നെ ആ സിനിമയിൽ ആദ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആലോചിക്കുന്നുണ്ടാവും. കണ്ടിന്യൂറ്റിക്ക് വേണ്ടി മാത്രം നോക്കുന്ന ഒരാളുണ്ടാവും. അപ്പോൾ പഴയ ഫസ്റ്റ് സീനിൽ കാണുന്ന ഒരു പ്രോപ്പർട്ടി മറ്റൊരു സീനിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, പ്രൈമറിലി അല്ലാതെ പോലും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ കണ്ടിന്യൂറ്റി നോക്കുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ആർട്ട് ടീം, പ്രൊഡക്ഷൻ ഡിസൈൻ ടീം നടത്തിയ റിസർച്ചിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഒരു കളക്റ്റീവ് ആർട്ട് എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എഴുത്തുകാരന്, ഉത്തരവാദിത്തം അല്ലെങ്കിൽ ക്രെഡിറ്റോ നല്ലതോ ചീത്തയോ ആയിട്ടുള്ളത് എഴുത്തുകാരന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ആംഗിൾ ഉണ്ട്. അതായത് എഴുത്തുകാരന് എഴുതി വെക്കുന്ന സമയത്ത് എന്തും എഴുതി വെക്കാം. ഇപ്പോൾ എഴുതുന്ന സമയത്തുള്ള മൂഡ് അല്ലെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ ആ ഒരു രംഗത്തേക്ക് ഭാവനയ്ക്ക് ലിമിറ്റുകളൊന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മളിപ്പം സിനിമയുടെ കാര്യത്തിൽ പറയാം, എന്ത് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇതായിട്ട് പറയുമെങ്കിലും അൾട്ടിമേറ്റ്ലി അവിടെ ആ സിനിമയുടെ ബജറ്റ് അവിടെ ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഒരു സീൻ എഴുതുന്ന സമയത്ത് ഓക്കെ ഇത് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ബജറ്റ് എത്ര കൂടും, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിക്ക് ഇതുണ്ട് എന്നുള്ള ഇതുണ്ട്. അതായത് എനിക്ക് തന്നെ അനുഭവമുള്ളൊരു കാര്യമാണ്. നമ്മളൊരു സീൻ എഴുതിയ സമയത്ത് ആ സീൻ റിഫൈൻ ചെയ്യുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് തോന്നി അറ്റ്മോസ്ഫിയറിക്കലി അവിടെ ഒരു കാറ്റുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഒരു കാറ്റടിച്ചു എന്നെഴുതി. ആക്ച്വലി അത് ആ കഥാസന്ദർഭത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നുമില്ല, വേറെ രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സാന്ദർഭികമായിട്ട് തോന്നിയതാണ് അവിടെ ഒരു കാറ്റുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടീം എല്ലാവരും അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു, വിൻഡ് യൂണിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് വിൻഡ് യൂണിറ്റോ, അപ്പോൾ അതിൻ്റെ വാടക ഇതിൻ്റെ എന്നൊക്കെ രീതിയിൽ അത് വന്ന് പറഞ്ഞതുകൊണ്ട് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്തരത്തിൽ ഒരു സീനിലേക്ക് ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു ബഡ്ജറ്റിൻ്റെ ആംഗിളിലും ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആംഗിളിലും ആ സീനിൽ എന്താണ് വേണ്ടതെന്നുള്ള സിനിമാറ്റോഗ്രാഫറിൻ്റെയും ഡയറക്ടറിൻ്റെയും ആവശ്യപ്രകാരമുള്ള കാര്യങ്ങളിലും ഒക്കെയുള്ള സ്പെസിഫിസിറ്റി ഈ സ്ക്രീൻ പ്ലേയുടെ ഡീറ്റെയിലിങ്ങിനെ സ്വാധീനിക്കും. അതിലുള്ള കാര്യങ്ങൾ വരാം, ഉള്ള കാര്യങ്ങൾ ഇല്ലാതെ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യം ഒരു കാലം വരെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ പോലും അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം സ്ഥിതി കുറച്ച് വ്യത്യാസമായിട്ടുണ്ട്. ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുതിയ ടൂളുകളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ ആഡ് ചെയ്ത് നോക്കാം. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോപ്പർട്ടി അതിലില്ലെങ്കിൽ അഡീഷണലി ആഡ് ചെയ്യാം. മുമ്പും ചെയ്യാൻ പറ്റുമായിരുന്നു, VFX പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈസി ആയിരുന്നില്ല, കോസ്റ്റ് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ ഓഗ്മെൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പം ഗൂഗിളിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും റിയൽ ലൈഫ് സിനാരിയോയിലേക്ക് ഓഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ എലമെൻറ്റുകൾ, വിഷ്വലുകൾ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സീനിലൊരു കാറ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു വിൻഡ് യൂണിറ്റ് ഇല്ലാതെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും
എന്നുള്ളതാണ് ഇതുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പ്ലേ ചെയ്യുന്നതിന് മുമ്പേ ഒരു ഇതുമായിട്ട് ചേർത്ത് രസമുള്ള ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ്. അതായത് ഞങ്ങൾ ഈ ആടുജീവിതത്തിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ടായി. നിങ്ങൾക്ക് എന്താണ് അമ്പലത്തിൽ ഉത്സവം, ആന ഇടഞ്ഞു, ജനങ്ങൾ ചിതറി ഓടി, ഇത്രയും എഴുതി വെച്ചാൽ മതി. ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇടുന്ന പാട് എത്രയാണ് എന്ന്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്ന് നമ്മൾ അന്വേഷിക്കണമെന്ന്. അല്ലെങ്കിൽ കഥാപാത്രം എടുക്കുന്ന എഫേർട്ട് പലപ്പോഴും ഇപ്പോൾ ആടുജീവിതത്തിൽ ഈ മണൽ വാരുന്ന സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറ്റിലിറങ്ങി പൃഥ്വിരാജ് ഇങ്ങനെ മണൽ വാരിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ ടേക്ക് എടുക്കണമല്ലോ. അപ്പോൾ പൃഥ്വിരാജ് അവിടെ നിന്ന് എന്നോട് ചോദിക്കണം, ചേട്ടാ ഇത് ഈ നജീബ് തിരുവല്ലയിലെ ഏതെങ്കിലും ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ആളായിട്ട് ആയെങ്കിലും മതിയായിരുന്നല്ലോ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് സിറ്റുവേഷൻ. ഇപ്പോൾ ക്രിസ്റ്റി എന്ന് പറയുന്നൊരു സിനിമയുടെ തിരക്കഥയിൽ ഞാൻ ഇന്ദുഗോപൻ്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കഥാസന്ദർഭത്തിൽ 2 കഥാപാത്രങ്ങൾ കണ്ടുമുട്ടുന്നത് ട്രെയിനിൻ്റെ ഉള്ളിലാണ്. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇവർ പ്രണയം പറയാൻ തുടങ്ങുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അത് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് ജനങ്ങളിങ്ങനെ ഇടിച്ചു കയറുന്നു. അപ്പോൾ പറയാൻ പറ്റാതെ പോകുന്നു. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ പ്രൊഡ്യൂസർ വന്ന് പറഞ്ഞു, ട്രെയിൻ തന്നെ വേണോ, നമുക്കത് ബസ്സിൽ വെച്ച് നടന്നാലും സംഭവിക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികം പിന്നെ അത് സിനിമ ചിത്രീകരിച്ചപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കോസ്റ്റ് എങ്ങനെയാണ്, സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരു തിരക്കഥയെ ബാധിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നോവലിസ്റ്റിൻ്റെ കാര്യത്തിൽ ഇതൊന്നും പ്രശ്നമില്ല. നമ്മൾക്ക് ഇത് എഴുതുക എന്ന് പറയുന്ന ഭാവനയുടെ അനന്തമായ സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ഒരു നോവലിസ്റ്റിൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ ഒരു തിരക്കഥാകൃത്തിൻ്റെ മുമ്പിൽ അനേകം പരിമിതികൾ നിലനിൽക്കുന്നു എന്നുകൂടി ഇതിനോട് ചേർത്ത് പറയാൻ രസകരമായ ഒന്നിട്ട് സന്ദർഭം ഇതിനോട് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഗോകുലിലേക്ക് പോകാം. ഗോകുലിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു വീഡിയോയും കൂടെ കാണാം. ഇത് ആക്ച്വലി നമ്മൾ മുമ്പത്തെ ഒരു സെഷനിൽ പ്ലേ ചെയ്തൊരു വീഡിയോ ആണ്. ഇത് നമ്മൾ ന്യൂട്ടനെ ഇപ്പോഴത്തെ റിയൽ വേൾഡിലോട്ട് കൊണ്ടുവന്ന് ഒരു അഭിമുഖം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ആണ്. ഇത് ആക്ച്വലി പ്രൈമറിലി ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജി സ്ഥാപനമാണ്. അപ്പോൾ അതിനെ എങ്ങനെ പുതിയ രീതിയിൽ ന്യൂ വേ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ആളുകൾക്ക് പഠനം എങ്ങനെ രസകരമാക്കാം എന്നുള്ള ആലോചനകളുടെ ഭാഗമായിട്ട് നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് സബി ഹരിപ്പാട് എന്ന് പറഞ്ഞ അയാളാണ് ഇതിനകത്ത് ന്യൂട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ ഹാഫിസ് എന്ന് പറയുന്ന ടെക്നീഷ്യനാണ് ഈ AI കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൻ്റെ ബിഹൈൻഡ് ദ വുഡ് എങ്ങനെയാണ് നടന്നതെന്നുള്ളത് കൂടി നമുക്ക് സംസാരിക്കാം. അപ്പോൾ പ്രൈമറിലി ഐഡിയ ഇതായിരുന്നു. നമ്മൾ പറയുന്നു ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം മുതലായ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ബോറൻ ഇതായിരിക്കും. അതായത് ഇക്വേഷൻ കാണാതെ പഠിക്കുന്നു, പരീക്ഷയ്ക്ക് എഴുതുന്നു എന്നുള്ള രീതി. ഇത് ന്യൂട്ടൺ തന്നെ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പരിപാടി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്തായിരുന്നുള്ളത്. അല്പകാലം മുമ്പ് വരെ ഒരു സാധാരണ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയ കോസ്റ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ തിരക്കഥയിലൊരു സാധനം ആഡ് ചെയ്യുന്ന സമയത്ത് ഈ കോസ്റ്റിൻ്റെ റെസ്ട്രിക്ഷൻ എങ്ങനെയാണ് പുതുതലമുറ ടെക്നോളജികൾ കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു എക്സാമ്പിളായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ വൺസ് നമുക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് എക്സാക്ട്ലി എന്താ ചെയ്തതെന്നുള്ളത് കൂടെ ഒന്ന് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഈ സ്റ്റുഡിയോ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കൊള്ളാം. പണ്ട് ഞങ്ങളുടെ കാലത്തെ ഈ മെഴുകുതിരി കത്തിച്ചിട്ടായിരുന്നു വെട്ടം. അന്ന് മെഴുകുതിരിയൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം. അതൊരു കാര്യം പ്രത്യേകം നിങ്ങളെ കൈ കിട്ടിയ ഒരു കാര്യം പ്രത്യേകം ചോദിക്കാനുണ്ട്. എന്തായിരുന്നു? ഈ ആപ്പിൾ തലയിൽ വീണെന്ന് പറഞ്ഞ സംഭവം അത് ഉള്ളതാണോ തള്ളാണോ? എവിടെ പോയാലും ഈ ഒരു ചോദ്യമാണല്ലോ. ആപ്പിള് എൻ്റെ തലയിലല്ല സബി വീണത്. പിന്നെ പണ്ട് ഞാൻ എൻ്റെ വീടിനടുത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു. വൂൾസ്റ്റോപ്പ് മാനർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലൊരു സ്ഥലം. അപ്പം അവിടെ അടുത്തിരിക്കുന്ന ഒരു മരത്തിൽ നിന്ന് ഇങ്ങനെ ആപ്പിള് താഴേക്ക് വീണു. എൻ്റെ തലയിലാണ് വീണെങ്കിൽ ആ വേദനയും കൊണ്ടിരുന്നേനെ. ഇത് അടുത്ത് വീണപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഇത് താഴേക്ക് വീണു? വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും അല്ലെങ്കിൽ മേലോട്ട് പോകാതെ താഴേക്ക് തന്നെ വീണു. അതാണ് പിന്നീട് നമ്മൾ ആ ചിന്തയെന്നാണ് നിയമങ്ങൾ ഗുരുത്വാകർഷണം അല്ലേ കൊണ്ട് ഞങ്ങളുടെ മുമ്പിലാണ് വീണെങ്കിൽ ഞങ്ങൾ ആപ്പിൾ തിന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയാണ്. അതാണ് നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം. ഈ 1-ാം ചലന നിയമമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ചലന നിയമങ്ങൾ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. സിമ്പിളായിട്ട് പറയാമോ? സബി ഇപ്പം ഇവിടെ ഇരിക്കുമല്ലേ, ഈ ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് ഒരാൾ സബീനെ തള്ളിയാൽ ഒരു അനക്കം, അതിനെയാണ് നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സബിക്ക് ഇപ്പോൾ KSRTC ബസ്സിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് ബ്രേക്ക് ചവിട്ടിയാൽ ചവിട്ടാറുണ്ട്. അപ്പം നമ്മളൊരു ആക്കം വരും. അതായത് നമുക്കൊരു വസ്തുവിന് അത് ഏത് സ്ഥിതിയിലാണോ നിൽക്കുന്നത് അത് തന്നെ തുടരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതാണ് 1-ാം ചലന നിയമം. ഒന്നാമത്. ഈ 2-ാം ചലന നിയമം നമ്മൾ ഭയങ്കര ഇക്വേഷനെ കുറിച്ച് F=ma എന്നൊക്കെ പഠിക്കാറുണ്ട്. എന്താണത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം
അതായത് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ അത് അതിന്റെ ഫോഴ്സിനോട് പ്രൊപ്പോർഷണൽ ആയിട്ടാണുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ KSRTC ബസ്, ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി. ഇതിനെ ഒരു പ്രത്യേക ഒരു ആക്സിലറേഷനിൽ തള്ളണം. അപ്പോൾ അതങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബിഹൈൻഡ് നടന്ന സീൻ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നല്ലേ. അതിന് മുമ്പ് ഗൂഗിളിലോട്ട് വരാം. ഗൂഗിള് ആക്ച്വലി നമ്മൾ യൂണിക്കോൾ റോബോട്ടിക്സിൽ ഇതിന് മുമ്പ് AI സെഷൻസ് ഗൂഗിള് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഫിലിം മേക്കിങ്ങിൻ്റെ സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി ഇതിനെ കുറച്ചുകൂടെ എന്താ പറയുക, പ്രൊഫഷണലി എങ്ങനെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു വർക്ക്ഷോപ്പും പരിപാടികളൊക്കെ അന്ന് അവിടെ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിനകത്തോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് നരേറ്റീവ്, അതായത് AI ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് നരേറ്റീവ് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയും. ഇപ്പോൾ ഗൂഗിളിൻ്റെ കുറേ അധികം വർക്കുകളുണ്ടല്ലോ, ഇപ്പോൾ കുറേ ആഡുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? നമസ്കാരം. ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കാൻ കഴിഞ്ഞതിൽ. എസ്പെഷ്യലി ബെന്യാമിൻ സാറിൻ്റെ കൂടെയും ബാക്കിയുള്ളവരോടെയും ഇങ്ങനെ വന്നിരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലമായിട്ട് ട്രഡീഷണൽ ഫിലിം മേക്കിങ്ങിലേക്ക് എങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്താമെന്നുള്ളതിൻ്റെ ഒരു റിസർച്ച് എന്ന് തന്നെ പറയാം. ഒരു ഡീപ്പായിട്ടുള്ളൊരു ലേണിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണ് നമ്മുടെ സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിനെ എങ്ങനെ കുറച്ചുകൂടെ ഇന്ന് ഈ കലാരൂപം കുറച്ചുകൂടെ ഡെമോക്രാറ്റൈസ്ഡ് ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാമെന്നും കൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒരു പ്രൊഫഷണൽ രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ഒരു പ്രൊഫഷണൽ ആംഗിളിലേക്ക് നമ്മളിതിനെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ AI വരുന്നതിന് മുമ്പും ഒരു 7-8 വർഷത്തോളം ആക്റ്റീവ്ലി പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് കുറേ കാലമായിട്ട് ഈ പറഞ്ഞ പോലെ, ഇപ്പം ബെന്യാമിൻ സാറ് പറഞ്ഞ പോലെയും ഋഷി പറഞ്ഞ പോലെയും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അതിഭീകര സാധ്യതകൾ ഒരിക്കലും നമ്മുടെ ഒരു സ്പേസിൽ, എസ്പെഷ്യലി നമ്മുടെ ഒരു ഇൻഡസ്ട്രി സൈസിൽ പലപ്പോഴും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ നുറുങ്ങുവഴികൾ കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും സർവൈവലായിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലുള്ള ഒരു പുതുതായിട്ട് മെയിൻ സ്ട്രീമിലേക്ക് ചുവടുവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് AI വലിയ സഹായകമായിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ വന്നിരുന്ന് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ AI സാധ്യതകൾ ഉപയോഗിച്ച് ഞാൻ ട്രഡീഷണലി ചെയ്തുകൊണ്ടിരുന്ന ഫിലിം മേക്കിങ്ങിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനകത്ത് കിട്ടുന്നൊരു അനന്തമായ സാധ്യത ഇതാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനെ പലപ്പോഴും നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യം കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥാന്തരം കിട്ടുകയാണ്. അപ്പം പക്ഷേ എന്നാലും അവിടെ കുറേ ലിമിറ്റേഷൻസും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ട 1-2 വീഡിയോകളിലാണെങ്കിലും, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ 1-2 യൂസ് കേസുകൾ കാണിക്കുന്നതാണെങ്കിലും നമുക്ക് ഇന്ന് നിലവിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇത് AI ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു AI സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കുന്നത് തെളിഞ്ഞു വരും. പക്ഷേ അത് ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫേസിലായിരിക്കും എനിക്ക് തോന്നുന്നു ഇതിനെ മുന്നോട്ട് ആൾക്കാർ, അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് ഇതിൻ്റെ ഒരു റിഫൈൻഡ് ഫോമിൽ സ്റ്റോറി ടെല്ലിങ്ങിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻക്ലിനേഷൻ വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പം നീരജ് ചോദിച്ചതുപോലെ ഇത് എങ്ങനെ നമുക്ക് ഒരു പ്രൊഫഷണൽ തലത്തിലേക്ക് കാണിക്കാമെന്ന് ചോദിച്ചാൽ അത് കേസ് ടു കേസ് മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. നമുക്ക് എക്സാക്ട്ലി എങ്ങനെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നിലവിൽ നമുക്ക് ഒരു യൂസ് കേസ് എടുത്താൽ, ഇപ്പം ഞങ്ങൾ ഒരു പരസ്യചിത്രം ചെയ്തു. ഒരു ആസ്ട്രോനോട്ടുകളെ വെച്ചിട്ട് ഞങ്ങളൊരു പരസ്യചിത്രം ചെയ്തു. ഒന്ന് പ്ലേ ചെയ്യാമെന്ന്, അതിനുശേഷം ഇതിൻ്റെ പിന്നിലെ ഒരു പ്രോസസ്സ് ഞാനൊന്ന് ചെറുതായിട്ട് സംസാരിക്കും. രാജ്യത്തിലേക്ക് പാലക്കാട് നിന്ന് പുറപ്പെട്ട റോക്കറ്റ് പൊട്ടിത്തെറിച്ച് 2 മലയാളി ആസ്ട്രോനോട്ടുകളെ കാണാതായിരിക്കുന്നു. അളിയ, നമ്മൾ ഇനി എന്ത് ചെയ്യാൻ? 2 ദിവസമായി നമ്മളിവിടെ വീണിട്ട്. നശിച്ച ട്രാൻസ്പോർട്ട് അടിച്ചും പോയി. എനിക്ക് മടുത്തു. ഇങ്ങനെ ഭൂമി നോക്കിയിരുന്നാ മതിയോ? അല്ലാതെ ഇപ്പൊ ഇവിടുന്ന് PSCക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. ഈ ഓണം നാളുകളിൽ ആ 2 ചുണക്കുട്ടികളെ നമുക്ക് നഷ്ടമായത് വളരെ വേദനാജനകമാണ്.
ഇതും വീണ. നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് നല്ല തൂശനില വെട്ടിയിട്ട് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറികളൊക്കെ കൂട്ടി ആലോചിച്ചിട്ട് തന്നെ കൊതിയാവും. എനിക്ക് സദ്യ വേണം ഇപ്പൊ. വാങ്ങണ്ട, വഴിയുണ്ട്. ഇന്നാ പിടിച്ചോ, ഗുഡ് ഫ്രൈഡേ ഫ്രോസൺ സദ്യ. ഇഞ്ചാമ്പുളിയൊക്കെ നല്ല ടേസ്റ്റ്. അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടിയിരുന്നു? ബെസ്റ്റ് ഓണസദ്യ അവർ. കുശാലായി. വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ. അത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ബേസിക്കലി ഒന്നുമില്ല. അതിനുശേഷം ആ പുള്ളിയുടെ ഏമ്പക്കം ഈ പറഞ്ഞ പോലെ നാട്ടിലെത്തുകയും നാട്ടിൽ അവർക്ക് സിഗ്നലായിട്ട് കിട്ടുകയും അവരെ രണ്ടുപേരെ കണ്ടെത്തുകയും ചെയ്യുന്നൊരു ക്ലൈമാക്സിലേക്കാണ് ആ ഫിലിം വന്ന് നിൽക്കുന്നത്. അപ്പം ബേസിക്കലി ഇത് ഞങ്ങൾക്ക് ഒരു 2024 ഇതിനെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒരിക്കലും എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി പോയിൻ്റ് ഔട്ട് ചെയ്തെടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 6-7 മാസത്തെ വർക്ക് വേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഒരു ഓണ സമയത്ത് നമ്മുടെ അടുത്ത് ഈ ബ്രാൻഡ് ഒരു രസകരമായ ഒരു ഓണം ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഐഡിയ തോന്നി. നമുക്ക് ഈ പറഞ്ഞ പോലെ 2 അസ്ട്രോണട്ടുകൾ പുറത്തേക്ക് പോയതാണ്, ഓണത്തിന് മുമ്പ് പോയതാണ്. റോക്കറ്റ് പൊട്ടിത്തെറിച്ച് പോയി അവർ ഏതോ മാഴ്സിലോ വല്ലതും പെട്ടുപോയി. സദ്യ കഴിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അതിലൊരാൾ. അപ്പോൾ ഇവൻ ഈ ബുദ്ധിമുട്ട് കാണും, ഓണത്തിന് നമ്മളെന്തായാലും സ്പേസിലായിരിക്കും എന്ന് വിചാരിച്ച് കൂടുള്ള കൂട്ടുകാരൻ ഒരു ഫ്രോസൺ സദ്യ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷനാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ കഴിഞ്ഞ ഓണത്തിനൊക്കെ മുമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ഓരോ 2 ആഴ്ചയും ഇതിൻ്റെ 2 ആഴ്ച എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ചിലപ്പോൾ ഒരു 5 ദിവസത്തിൽ വലിയ മാസീവായിട്ടുള്ള ചേഞ്ചാണ് ടൂൾസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിന് ഇച്ചിരൂടെ കൺട്രോൾ കിട്ടും. പക്ഷേ അന്ന് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ഷോട്ടുകൾ ചെയ്താൽ ഒരു 3 സെക്കൻഡ് ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ആൾക്കാരുടെ കൺസിസ്റ്റൻസി ഭയങ്കര പ്രശ്നമാണ്. ആൾക്കാരെ നമുക്ക് ഒരു പോയിന്റിൽ കൂടുതൽ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആൾക്കാരുടെ മുഖം കുറേ നേരം കാണിച്ചാൽ ഫേക്ക് അടിച്ച് സ്ലോപ്പാണ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇത് കാണാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ചുരുക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റിലേക്ക് നമ്മളതിനെ കൊണ്ടുവരികയാണ്. ന്യൂസ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റിലേക്ക് നമ്മളത് കൊണ്ടുവന്നപ്പം നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജനറിക് സ്പേസായി നമ്മളൊരു ഡോക്കു ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ഫോർമാറ്റ് സ്പേസിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ നമുക്ക് കട്ടവേകളുടെ സാധ്യത കൂടുകയാണ്. നമ്മൾ ഒരു കാര്യം പറയുന്നു, പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഒരു വോയിസ് ഓവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. വളരെ കുറച്ച് നേരം നമുക്ക് പെർഫോമൻസുകൾ കാണിച്ചാൽ മതിയായിരിക്കും. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് വളരെ സ്ട്രാറ്റജിക്കലി ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല, ഈ മുഴുവൻ സമയം ഇവർ മാസ്ക് വെച്ചിരിക്കുകയാണ്. സദ്യ കഴിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവരെ മാസ്ക് ഊരിപ്പിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഷോട്ടുകളിൽ ഞങ്ങൾക്ക് പെർഫോമൻസ് കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. ആ ബാക്കിയുള്ള സമയത്തെല്ലാം മാസ്ക് വെച്ചത് കൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി, ഇപ്പം ഓരോ ഷോട്ട് ബൈ ഷോട്ട് നിങ്ങളിപ്പോൾ എടുത്ത് നോക്കിയാലും കാണാം, കണ്ടിന്യൂറ്റി ഒന്നും കറക്റ്റായിട്ട് കാണില്ല അതിനകത്ത്. അപ്പോൾ അത് കഥ പറച്ചിലിൻ്റെ ഒരു സാധ്യതയാണ്. നമ്മൾ കഥ രസകരമായിട്ട് പറയും, അവിടെ ആ ഡയലോഗുകളിലേക്കാണ് ആൾക്കാർ കുടുങ്ങിയിരിക്കുന്നത്. കഥ രസകരമായിട്ട് പറയുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഡീറ്റെയിൽഡായിട്ട് അല്ലെങ്കിൽ ന്യൂവാൻസുകൾ സംസാരിച്ച് നമ്മളൊരു കഥ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വിഷ്വലിലെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ പ്ലേ അറൗണ്ട് ചെയ്യാൻ പറ്റി. ഒരു പോയിന്റിൽ മാത്രം ഇവരുടെ മുഖം കാണിച്ചു. അപ്പോൾ ആൾക്കാർ അതൊരു മേക്ക് ബിലീഫാണ്, നമ്മൾ ആൾക്കാരെ വിശ്വസിപ്പിച്ചു ഇവിടെ ശരിക്കും 2 മനുഷ്യരുണ്ടെന്നുള്ളത്. എന്നിട്ട് അതിനുശേഷം അവർ വീണ്ടും മാസ്ക് ഇട്ടിട്ടാണ് ഏമ്പക്കം പോലും വിടുന്നത്. അത് ഞങ്ങൾക്ക് അവിടെ ആ വിഷ്വലി അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ഫിലിമിലും ഓരോരോ ടെക്നിക്കുകളാണ് ഉപയോഗിക്കാറ്. ഇപ്പം ഞങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വർഷത്തിനിടയ്ക്ക് ഒരു 10-20ഓളം പരസ്യചിത്രങ്ങളും OTT പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ നമ്മൾ ചെയ്യുകയുണ്ടായി. അതിനകത്തെല്ലാം ഞങ്ങൾ ഓരോന്നിനും ഓരോ യൂസ് കേസാണ്. ചിലതിന് ഞങ്ങൾക്ക് ആനിമേഷൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റി. നമുക്ക് ആത്യന്തികമായി എന്താ ചെയ്യാൻ പറ്റും, നമ്മൾ പറയുന്ന കഥ എത്രത്തോളം സോളിഡ് ആണെന്നുള്ളതിലായിരിക്കും ഇതിൻ്റെ ഒരു സംഭവിക്കുന്നത്. നമുക്ക് AI എന്ന് പറയുന്നത് ഇന്ന് ഈ പറഞ്ഞ പോലെ സാറ് വർഷങ്ങൾക്ക് മുന്നേ സാറ് 10-25 വർഷത്തോളം ഈ പറഞ്ഞ പോലെ പല കാഴ്ചകൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ഒത്തുചേർത്ത് കൊണ്ടുവരുന്ന ആ ഒരു ഹ്യൂമാനിറ്റി, ഒരു കോണ്ടന്റിന് കിട്ടുന്നൊരു ഹ്യൂമാനിറ്റി, അതിനെ അങ്ങനെ തന്നെ നമുക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് AI ഉപയോഗിച്ചാൽ ഇത് ഭയങ്കര രസകരമായിട്ടുള്ള റിസൾട്ടുകൾ തരും. ഹ്യൂമൻ ലെഡായിട്ട് തന്നെ നമുക്കതിനെ കൊണ്ടുപോകണം. ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു സംഘർഷം, ഒരു എത്തിക്കൽ പ്രോബ്ലം എന്ന് പറയാം, അല്ലെ, ആൾക്കാരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്
ഇതെങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നുള്ളത്. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് സത്യം പറഞ്ഞാൽ തീരുമാനിക്കേണ്ടത്. നമ്മളതിനെ എത്രത്തോളം നമുക്ക് പറയേണ്ട കഥയിൽ നമ്മൾ പിടിച്ചു നിർത്തി അതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ മലയാളത്തിൽ എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഈ ബഡ്ജറ്റ് പിരിമുറുക്കത്തിൽ വർക്ക് ചെയ്ത് അറിയാവുന്നത് കൊണ്ടും ഇതിനെ രസകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം സ്റ്റോറി ടെല്ലിങ്ങിനൊരു സ്പേസ് അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, അതായത് ഗൂഗിളിൻ്റെ റീസെൻ്റ്ലി ഉള്ള കുറച്ച് വർക്കുകൾ കാണാനിടയായി. അപ്പോൾ അതിനകത്ത് ഈ AI എലമെൻറ്റിനെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ പുലി ഇറങ്ങിയ ഈ വീഡിയോ, അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബാംഗ്ലൂർ ശരിക്കും പുലി ഇറങ്ങി എന്ന് പറഞ്ഞ് ആരോ പ്രചരിപ്പിച്ച ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിൽ നിന്നാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടെ ഒന്ന് പറയാം. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് അതിനകത്തോട്ട് വരാം. ഇത് ആ വീഡിയോ ആണ്. ഇതിലെ AI എലമെന്റ്സിനെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഗൂഗിൾ ഇതിനകത്ത് അപ്രോച്ച് ചെയ്തത്. Hello, Bengaluru. 4 leopards were spotted earlier near the Prestige Tech Park, but are no longer in sight. Where did they go? What's got their attention? Stay tuned. Staplers clap, papers fly. What a sight! Deadlines, we calendars spin, every file a beat. Let the rhythm begin. ഇതിലെ ഓപ്പണിംഗ് സീനിലെ ആ ഒരു CCTV ക്യാമറ ഫുട്ടേജിലുള്ള പുലി, ആക്ച്വലി നമ്മളത് ആദ്യം കാണുമ്പോൾ ഇത് AI വെച്ച് നിർമ്മിച്ചതാണോ അതോ ഇത് റിയൽ ആയിട്ടുള്ളതാണോ എന്നുള്ളത് ഈവൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും മേ ബി സംശയം തോന്നാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതിനെ കൂടി ഒന്ന് പറയാൻ പറ്റും, അതായത് ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് ഇത് എങ്ങനെയാണ് അത് ചെയ്തത് എന്ന് കൂടെ ഒന്ന് പറയാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഫിലിമാണിത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിനകത്ത് ഷൂട്ടും AI കൂടെ മിക്സപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് ഹ്യൂമൻ പാർട്ട് നമ്മൾ യാതൊരു രീതിയിലും AI ഉപയോഗിച്ചിട്ടില്ല, എല്ലാം പെർഫോമൻസുകൾ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ AI ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഹ്യൂമൻ പാർട്ട് ചെയ്യുമ്പോൾ മോഷൻ ക്യാപ്ചറാണ് ചെയ്യുന്നത്. അതായത് ബേസിക്കലി ഇപ്പം ഋഷിയുടെ ഒരു മോഡലുണ്ട്, ഋഷിയുടെ ഒരു ഇമേജ് എനിക്ക് AI കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം ഋഷിയെ കൊണ്ട് തന്നെ നമ്മൾ മൊബൈലിലോ വല്ലതും ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ട് ആ മോഷൻ ക്യാപ്ചർ ചെയ്ത ഡേറ്റ നമ്മൾ ആ ഇമേജിലേക്ക് കൊടുക്കുന്നു. ആ പ്രോസസ്സാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. ഇതിനകത്ത് പക്ഷേ നമ്മൾ നേരെ ഹ്യൂമൻസിനെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പുലിക്ക് പകരം നമ്മളവിടെ ഡമ്മി ആൾക്കാരെ വെച്ചിട്ട് ഒരു ഇതായിരിക്കും പുലി എന്നുള്ളൊരു എസ്റ്റിമേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ ആൾക്കാർക്ക് പകരം അവിടെ പുലികളെ ജനറേറ്റ് ചെയ്തിട്ട് പുലികളുടെ ആനിമേഷനും നമ്മൾ ഷൂട്ട് ചെയ്തതും തമ്മിൽ ടൈമിങ് മാച്ച് ചെയ്തതിന് ശേഷം ആ പുലികളെ വെട്ടിയെടുത്ത് ഒറിജിനൽ ഫുട്ടേജ് തിരിച്ചു കൊണ്ടുവച്ചിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ വരികളിൽ പറഞ്ഞാൽ, ഏറ്റവും എളുപ്പത്തിലുള്ള പ്രോസസ്സ് പറഞ്ഞു. ഇതിനകത്ത് നമുക്കുണ്ടായ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇതേപോലൊരു ഫിലിം നമ്മൾ VFXൽ നമ്മൾ ചെയ്യണമായിരുന്നെങ്കിൽ വേണ്ടിയിരുന്നതിൻ്റെ 1/3 കോസ്റ്റിന് നമുക്ക് ഈ ഫിലിം ചെയ്ത് തീർക്കാൻ പറ്റി. അതായിരുന്നു ഞങ്ങൾക്കിത് പിച്ച് വിൻ ചെയ്യാൻ തന്നെയുള്ള ഏറ്റവും വലിയ കാര്യമായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പലപ്പോഴും ഞാൻ VFXലും നേരത്തെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. VFXൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിലും രസകരമായ റിസൾട്ട്, ബഡ്ജറ്റ് കൺസ്ട്രെയിനിൽ നമ്മളൊരു VFX പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് രസകരമായ ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഒട്ടും തന്നെ നമ്മൾ ഓട്ടോമേഷനെ അല്ലെങ്കിൽ ഇത് കോണ്ടന്റ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഇത് എന്താ പറയുന്നത് AI ആണിത് ചെയ്തത് എന്ന് നമുക്കൊരിക്കലും, ഇത് കംപ്ലീറ്റ്ലി ഹ്യൂമൻ വർക്കാണ്. അതിനകത്ത് നമുക്ക് ആ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ കുറച്ചുകൂടെ ഈസി ആക്കി തരികയാണ് AI എന്ന് പറയുന്ന പുതിയ എന്താ പറയുന്നത് സാങ്കേതിക വിദ്യ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂള് ചെയ്തു തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇപ്പം ഋഷി നേരത്തെ കാണിച്ച ന്യൂട്ടൻ്റെ വീഡിയോയുമായി കുറച്ച് സാമ്യമുണ്ട്, ഈ മോഷൻ ക്യാപ്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ഋഷി ഒന്ന് കാണിക്കാവോ, അഖിൽ അതൊന്ന് പ്ലേ ചെയ്യാവോ ആ വീഡിയോ? അത് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ വരാം. അതായത് ഇത് നമ്മൾ ഗൂഗിൾ പറഞ്ഞ ഓൾമോസ്റ്റ് സിമിലർ അപ്രോച്ചാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ടീം ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഒരു ആക്ടർ, അതായത് ഇപ്പോൾ താഴെ കാണുന്ന ആൾ ഗോപി എന്നാണ് പേര്, ആക്ടറാണ് ന്യൂട്ടനായിട്ട് പ്ലേ ചെയ്തേക്കുന്നത്. പുള്ളീനെ ആക്ച്വലി ഇരുത്തി ആ ഇൻ്റർവ്യൂ അഭിനയിച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം ഇപ്പം നാനോ ബനാന, ഗൂഗിൾ ജെമിനിയുടെ പാട്ടുള്ള നാനോ ബനാന എന്ന് പറഞ്ഞ ഇമേജ് ജനറേഷൻ മോഡലിൻ്റെ അടുത്ത് പ്രോംപ്റ്റ് ചെയ്ത് ന്യൂട്ടൻ്റെ സ്പെസിഫിക്സ് പ്രോംപ്റ്റ് ചെയ്തിട്ട് ന്യൂട്ടൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കി. ആ ഇമേജ് വെച്ചിട്ട് വാൻ അനിമേഷൻ എന്ന് പറയുന്ന മോഡൽ യൂസ് ചെയ്തിട്ട് ഈ ആക്ടറിനെ
ഈ ഇമേജിലുള്ള ആളായിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്തേക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ് നമ്മൾ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പ്രോംപ്റ്റ് അല്ല, അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ഫോളോ ചെയ്തിട്ടുണ്ട്. ബട്ട് കോസ്റ്റ് വൈസ് ഗോകുൽ പറഞ്ഞതുപോലെ ഒരു VFX ചെയ്യുന്നതിൻ്റെ ആവുന്നതിനെക്കാട്ടിലും മച്ച് ലെസ്സർ കോസ്റ്റും മച്ച് ലെസ്സർ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ കാണാം. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ, ഇന്നിപ്പോൾ ഈ ഋഷി പറഞ്ഞതും ഇതേപോലെ ഇവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. ഇന്ന് ഇതിനകത്ത് ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഋഷി പറഞ്ഞതിൽ ഈ ഇത്രയും എന്താ പറയുക, ഇത്രയും വർക്ക് ഫ്ലോ ഇല്ലാതെ നിങ്ങൾക്കിത് ക്ലിങ് എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിച്ച് മോഷൻ കൺട്രോളൊക്കെ വെച്ച് പെട്ടെന്ന് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ച മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെ പറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അടുത്ത ആഴ്ച ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ളത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുക. ഈ സ്റ്റുഡിയോ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കൊള്ളാം. പണ്ട് ഞങ്ങളുടെ കാലത്തെ ഈ മെഴുകുതിരി കത്തിച്ചിട്ടായിരുന്നു വെട്ടം. അന്ന് മെഴുകുതിരിയൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഇത് താഴേക്ക് വീഴും? വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും അല്ലെ മേലോട്ട് പോവാതെ താഴേക്ക് തന്നെ വീഴും. അതാണ് പിന്നീട് നമ്മൾ ആ ചിന്തയെന്നാണ് സിമ്പിൾ ആയിട്ട് സബി ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് നമ്മൾ എബ്രഹാം ലിങ്കണെ ഇന്റർവ്യൂ ചെയ്തതുണ്ടായിരുന്നു. എബ്രഹാം ലിങ്കണെ ഇന്റർവ്യൂ ചെയ്തതിന്റെ ഒരു പോർഷൻ കൂടെ ആ BTS മാത്രം ഒന്ന് കാണിച്ചു. ഇന്റർവ്യൂസ് were mostly done through newspaper. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പ് ഒക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പരാജയം എന്ന് പറയുന്നത് വീഴുന്നതല്ല, വീണിടത്ത് നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കാത്തയാണ്. I realized those who deny freedom to others deserve it not for themselves. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. The best way to predict your future. ഒരു ജസ്റ്റ് ഒരു വീഡിയോന്റെ ചെറിയൊരു പോർഷനും കൂടെ കാണാം. ആ ഒരു മൈക്കിൾ ജാക്സൺ കേരളത്തിൽ വന്ന് ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന്റെ ചെറിയൊരു പോർഷനും കൂടെ ഒന്ന് ക്യുക്കായിട്ടൊന്ന് കാണാം. ഇവിടെ നമ്മൾ ഇനി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സനെയാണ്. അപ്പം മൈക്കിൾ ജാക്സനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് അവസരം തരികയാണ്. നിങ്ങൾ ഇവിടെ മൈക്കിൾ ജാക്സനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കമന്റ് ആയിട്ട് ഇടാം. അതിൽ ഏറ്റവും നമ്മൾ സമയം ഓൾമോസ്റ്റ് തീരാറായി. അതിനു മുമ്പ് ബെന്യാമിൻ സാറിനോട് എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ഇത് ആക്ച്വലി ഓഡിയൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. മഞ്ഞവെയിൽ മരണങ്ങളുടെ 2ാം ഭാഗം എഴുതുമെന്ന് സാറ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാം ഭാഗം എഴുതുമ്പോൾ സാറ് ഇപ്പോൾ 15 കൊല്ലം മുമ്പ് എഴുതി ഫോളോ ചെയ്തിട്ടുള്ള ഒരു രീതി ആയിരിക്കില്ലല്ലോ ഇപ്പോൾ, അതായത് അതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പുതുതായിട്ട് വന്നിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമായിരിക്കും. അപ്പോൾ അതെങ്ങനെയായിരിക്കും ചെയ്യുക? ഒരു ചോദ്യം കൂടെ, മഞ്ഞവെയിൽ മരണങ്ങൾക്ക് ഒരു ഫിലിം ഉണ്ടാവുമോ? അതായത് അതിൻ്റെ ഒരു മൂവി ഉടനടി നമുക്ക് പ്രതീക്ഷിക്കാവോ? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സിനിമാക്കാരാണ് പറയേണ്ടത്. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അല്ലല്ലോ നടക്കുന്നത്. അത് സിനിമയുടെ ഭാഗത്തു നിന്ന്, പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളൊരു തീരുമാനം ആണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ തൽക്കാലം അങ്ങനൊരു പ്രൊജക്റ്റ് ഇല്ല. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, 2ാം ഭാഗം എഴുതുമ്പോൾ 15-20 വർഷങ്ങൾക്ക് ശേഷം എഴുതുമ്പോൾ ഈ ലോകത്തിന് വന്ന മുഴുവൻ മാറ്റങ്ങളെയും ഒരു എഴുത്തുകാരൻ നോക്കി കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മഞ്ഞവെയിൽ മരണങ്ങൾ എഴുതുമ്പോൾ ഓർക്കുട്ട് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. ഇന്നതില്ല. അന്ന് ഫേസ്ബുക്ക് ആയി വരുന്നതേ ഉള്ളൂ, ഇൻസ്റ്റഗ്രാം ഇല്ല. അന്ന് CC ക്യാമറ ഉണ്ടായിരുന്നില്ല. പുതിയ കാലത്ത് TV ക്യാമറയുടെ വലിയ സാധ്യതകൾ ഉണ്ട്. ഇപ്പോൾ അന്നത്തെ നോവൽ എഴുതുന്ന സമയത്ത് സെന്തിൽ എന്ന് പറയുന്ന കഥാപാത്രം കൊല്ലപ്പെടുന്ന ഒരു സീനുണ്ട്. ഇന്നാണത് എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ അന്വേഷിക്കുന്ന കഥാപാത്രം പല CCTV ഫുട്ടേജുകൾ അന്വേഷിക്കേണ്ട സാധ്യതകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അൻപ് എന്ന് പറയുന്ന കഥാപാത്രം മൊബൈലിലൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്താണെങ്കിൽ അതെങ്ങനെ ചെയ്യും? അപ്പോൾ പുതിയ കാലത്തിൻ്റെ എല്ലാ സാധ്യതകളും, പുതിയ കാലത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടോ അതിനെയെല്ലാം ഒരു എഴുത്തുകാരൻ സങ്കല്പിച്ചിട്ട് മാത്രമേ പുതിയ കാലത്തൊരു നോവൽ എഴുതാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. 2ാം ഭാഗം എഴുതുമ്പോൾ ഈ സാധ്യതകളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പുതിയ കൊലപാതകം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുബന്ധമായി പോലീസ് അന്വേഷണ വിഭാഗങ്ങളിലും ഈ പൊതുവിടങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എഴുത്തുകാരൻ നിരന്തരം അപ്ഡേറ്റ് ആവുക, നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഒരു വീഡിയോ കാണുമ്പോൾ പോലും അത് ഒറിജിനലാണോ? ഇപ്പോൾ പോലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന എത്രയോ വീഡിയോകൾ ഞാൻ തന്നെ സംശയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഒറിജിനലാണോ അതോ ഇത് ഫേക്കാണോ? ആൾക്കാരെ പുലി പിടിക്കുന്ന വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം സാധനങ്ങൾ വരുന്നുണ്ട്. ഉടനെ തന്നെ ആൾക്കാർ കാറിനകത്തേക്ക് ചാടി കയറുന്നു, പുലി അതിൻ്റെ മുകളിലേക്ക് കയറുന്നു. ഇതൊക്കെ
അറിയാൻ പറ്റാത്ത, നമ്മളെ തന്നെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കാലത്തിനെ കുറേ കൂടി പരിചയിച്ചുകൊണ്ട് വേണം രണ്ടാം ഭാഗം എഴുതണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോടൊപ്പമൊക്കെ നിന്ന് ഇവ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ അപ്ഡേറ്റ് ആവാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ കരുതുന്നു. രണ്ടാം ഭാഗം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എപ്പോഴെങ്കിലും എഴുതാമെന്ന് കരുതുകയും ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ഇനി ഓഡിയൻസിലോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ 4 പേര് ഇവിടെ ഇരുന്ന് സംസാരിച്ചെങ്കിലും ഇതിൻ്റെ പിന്നണിയിൽ, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അഖിലയാണ്. അഖില അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അഖില യൂണീക്ക് വേൾഡ് റോബോട്ടിക്സിൻ്റെ റോബോട്ടിക്സ് ആൻഡ് അക്കാദമിക് ഡിവിഷൻ്റെ ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അഖിലയ്ക്കൊരു ബിഗ് താങ്ക്സ്. താങ്ക് യു. അടുത്തായിട്ട് നമുക്ക് ഓഡിയൻസിലോട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ലോപമുദ്ര. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിലിപ്പോൾ സിനിമയിലായാലും സാഹിത്യത്തിലായാലും വളരെ റെയറായിട്ട് കണ്ടുവരുന്നൊരു ജോണറാണ് ഒരു മെറ്റാ സ്റ്റോറി ടെല്ലിങ്. അതായത് ഇപ്പോൾ സിനിമയ്ക്കാണെങ്കിൽ സിനിമയ്ക്കുള്ളിലെ സിനിമ, അല്ലെങ്കിൽ നോവലിനുള്ളിലെ നോവൽ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ മൾബറി എന്നോട് നിന്നെ സോർബയെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ അതൊരു നോവലിനുള്ളിലെ നോവലായിട്ട് പറയുന്നു. അപ്പോൾ മെറ്റാ സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റി സാറിൻ്റെ ഒരു... അല്ല, നമ്മൾ ഓരോ നോവൽ എഴുതുമ്പോഴും എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ അന്വേഷിക്കുകയും പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുകയാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കേൾക്കാൻ വേണ്ടി നിങ്ങളെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ ചെയ്യുന്നത്. കാരണം ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ ആ സിനിമ മുഴുവൻ കാണാൻ വേണ്ടിയുള്ള ക്ഷമ നമുക്കുണ്ടോ എന്നുള്ളൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ 350 പേജുള്ള ഒരു നോവൽ മുഴുവൻ വായിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ എഴുത്തുകാരുടെ മാത്രം ഉത്തരവാദിത്തമുള്ള ഒരു കാലത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും 100 കൂട്ടം പറ്റനേകം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കാറുണ്ട്, റീൽസ് നോക്കാറുണ്ട്, കൂട്ടുകാരോട് ചാറ്റ് ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങൾക്കെല്ലാം ഇടയിൽ നിങ്ങളെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എഴുത്തുകാരനുള്ളപ്പോൾ, എഴുത്തുകാരൻ ഇത്തരം ചില സങ്കേതങ്ങൾ പരീക്ഷിച്ചുകൊണ്ട് വായനക്കാരുടെ ഉള്ളിൽ ചില കൗതുകങ്ങൾ നിക്ഷേപിക്കുകയും ആ കൗതുകത്തിനോടൊപ്പം സഞ്ചരിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പറയുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നത്. സിനിമയിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ കണ്ട അഡ്വർടൈസ്മെൻറ്റിൽ പോലും നമ്മൾ അത്തരം ചില പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു അഡ്വർടൈസ്മെൻറ്റ് 30 സെക്കൻഡ് ആണെങ്കിൽ ആ 30 സെക്കൻഡ് സ്കിപ്പ് ചെയ്യാതെ എങ്ങനെ കാണിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ കാലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ സ്ക്രോളിങ്ങിൻ്റെ സമയമാണ്. നമ്മളിങ്ങനെ തെന്നി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു സെക്കൻഡ് നേരമെങ്കിലും ഒരു സെക്കൻഡ് പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വായനയിലും അതുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തെങ്കിലും ചോദ്യം? എൻ്റെ പേര് ജുവൽ എന്നാണ്. അപ്പോൾ സാറിൻ്റെ ബെന്യാമിൻ സാറിനോടാണ് ചോദിക്കാനുള്ളത്. സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ആടുജീവിതം എന്നുള്ള നോവല്, അതിൻ്റെ അകത്ത് ഇബ്രാഹിം ഖാദരി ആ ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ ഒരു വന്നപ്പോൾ ഉള്ള തോന്നൽ എന്താണ്? അതിന് പ്രേരിപ്പിച്ച എന്തെങ്കിലും? ഒരു ദൈവതുല്യനായ ഒരു ക്യാരക്ടറായിട്ടാണല്ലോ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ അതിന് തോന്നിപ്പിച്ച എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ സമയം വല്ലാതെ തീർന്നു പോകുന്നു എന്നുള്ളതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. ഇതിനെ സംബന്ധിച്ച് പല ഉത്തരങ്ങളും നമ്മൾ പല വേദികളിലും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇബ്രാഹിം ഖാദരി യഥാർത്ഥത്തിൽ നജീബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെ ഒരാളാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയത്. പക്ഷേ ഒറിജിനൽ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഒറിജിനൽ ജീവിതത്തിൽ അയാൾ മഹാരാഷ്ട്രക്കാരനായ ഒരാളായിരുന്നു. എന്തുകൊണ്ടാണ് ഇബ്രാഹിം ഖാദറിനെ ഒരു ആഫ്രിക്കനായി ചിത്രീകരിച്ചതെന്ന് ചോദിച്ചാൽ, മരുഭൂമിയെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള ഒരാൾ. ആ മരുഭൂമിയിലെ അജ്ഞാതരായ 2 പേരെ കടത്തിക്കൊണ്ട് പോകാനും മാത്രം മരുഭൂമിയെ സംബന്ധിച്ച് ധാരണയുള്ള ഒരാൾ വേണം, കരുത്തനായ ഒരാൾ വേണം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ആഫ്രിക്കൻ എന്ന രീതിയിലേക്ക് ഞാൻ ചിത്രീകരിച്ചത്. പിന്നെ വായനക്കാർക്ക് പലതരത്തിൽ അതിനെ കാണാവുന്നതാണ്, ദൈവതുല്യനായിട്ടോ ദൈവമായിട്ടോ പ്രവാചകനായിട്ടോ ഒക്കെ. പക്ഷെ ഞാൻ കരുതുന്നത് നമ്മളുടെയൊക്കെ ഉള്ളിൽ ഒരു ഇബ്രാഹിം ഖാദരി ഉണ്ടാവണമെന്നുള്ളതാണ്. അജ്ഞാതമായ ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പ്രയോജനവും കിട്ടില്ല എന്ന കാര്യത്തിൽ പോലും നമ്മൾ ചിലരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം എന്ന ഒരു തീം വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുള്ളത്. നമുക്ക് മറ്റ് വേദികളിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കും. കാരണം നമ്മുടെ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു ചോദ്യം കൂടെ എടുക്കാൻ സമയമുണ്ടോ? നമുക്ക് ഒരു ചോദ്യം കൂടെ പെട്ടെന്ന് ഒരു ചോദ്യം. നമസ്കാരം, എൻ്റെ പേര് വിപിൻ എന്നാണ്.
പൊതുവിൽ നമ്മളിപ്പോൾ സിനിമയും പുസ്തകവും നോക്കുകയാണെങ്കിൽ ചിലവർ പറയുന്നത് പുസ്തകം വായിച്ചിട്ടുള്ള ഒരു അനുഭവമല്ല സിനിമ കാണുമ്പോൾ ഉള്ളതും, അതുപോലെ സിനിമ കാണുന്ന രീതിയിലല്ല പുസ്തകം വായിക്കുമ്പോൾ കിട്ടും. ആ ഒരു വ്യത്യാസം, ചിലപ്പോൾ പുസ്തകങ്ങളിലായിരിക്കും കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ അതിൻ്റെ സിനിമാവിഷ്കാരത്തിനോടായിരിക്കും കൂടുതൽ താല്പര്യം. ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാരണം ഈ രണ്ട് വ്യത്യസ്തതകൾ തമ്മിലുള്ള അകലം കുറയ്ക്കുവാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് പാനലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും? എത്രത്തോളം കുറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണിച്ച ഡെമോൺസ്ട്രേഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഞാൻ ഒരു പോർഷൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിങ്ങൾക്കുള്ള ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായ ഒരു വിഷ്വലുണ്ട്, നിങ്ങൾ സങ്കല്പിച്ചുണ്ട്. അതിനുശേഷം നമ്മളൊരു വിഷ്വൽ ഇവിടെ കാണിച്ചപ്പോൾ അതിൽ നിന്ന് എന്തുമാത്രം ഡിഫറൻസ് ആണ് അതിനുള്ളത് എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഭാവനാതലങ്ങൾ അവിടെ തന്നെ നിൽക്കുകയും അത് സിനിമയോ അല്ലെങ്കിൽ ഏതുതരം ടൂളുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് മറ്റൊന്നായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വായനയുടെ ഒരു സാധ്യത അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് നമ്മളുടെ ഭാവനയുടെ തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനെ എൻട്രി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മനോഹരമാക്കാൻ വേണ്ടി ഇത്തരം ചില ടൂൾസുകളോ ഇത്തരം ചില മീഡിയങ്ങളോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോഴും വായന അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു. ഇവരാണ് ഒരുപക്ഷെ അതിന് കുറേ കൂടി മനോഹരമായി മറുപടി പറയേണ്ടത്. സാറ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് പറയട്ടെ, ഒരു സ്പെക്കുലേഷനാണ് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന സാധനങ്ങൾ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ ചില സീരീസുകളിലൊക്കെ കണ്ടിട്ടില്ല, ഇൻ ബിറ്റ്വീൻ ഡിസിഷൻസ് എടുത്തിട്ട് ആ ഡിസിഷൻ അനുസരിച്ചിട്ട് പോകാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഇൻറ്ററാക്റ്റീവ് സീരീസുകൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ എനിക്ക് തോന്നുന്നത് നമുക്ക് ആക്ച്വലി കുറച്ചും കൂടെ ഈ ജനറേറ്റീവ് AI ഒക്കെ പുരോഗമിച്ച് കഴിയുന്ന സമയത്ത് ഇതുപോലത്തെ നമ്മൾ ഇഷ്ടപ്പെട്ട കൃതികളൊക്കെ ഓരോ ആൾക്കാർക്കും ഇമാജിൻ ചെയ്ത് അവർ ഇമാജിൻ ചെയ്യുന്ന രീതിയിലുള്ള സിനിമാറ്റിക് രൂപങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമായിരിക്കുമെന്നാണ് ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഓരോ സാറ് പറഞ്ഞതുപോലെ തന്നെ ഓരോ വായനക്കാരൻ്റെയും മനസ്സിലുള്ളതുപോലെയുള്ള അനേകം വെർഷനുകൾ സെയിം കൃതിക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അത് കുറച്ചും കൂടെ നിലവിലുള്ള സ്ഥിതിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതായിരിക്കും എന്ന് സ്പെക്കുലേഷനാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ AI കണ്ടൻറ് ക്രിയേഷനെ പറ്റിയിട്ടും ഈ വീഡിയോ ജനറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം, ഞങ്ങളിവിടെ ഉണ്ടാവും. നമ്മളിതിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗോകുലും ഋഷിയും ഞാനൊക്കെ അതിൻ്റെ ഡിസ്കഷനിൽ ഒരുപാടുണ്ട്. നമ്മൾ യൂണിക് വേൾഡിലും സ്റ്റോറി ടെല്ലേഴ്സ് ഗ്രൂപ്പിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. ബെന്യാമിൻ സാറും നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു സെഷൻ ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും ബെന്യാമിൻ സാറിനും ഗോകുലിനും ഋഷിക്കും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെക്ഷൻ ഇവിടെ സമാപിക്കുന്നു. താങ്ക് യു.